ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. മീനം രാശിക്കാർക്ക് ജൂൺ മാസം, ജൂൺ 2025 എങ്ങനെ പോകുമെന്നതിനെ കുറിച്ചുള്ള വിശദമായ വിശകലനമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ തരാൻ പോകുന്നത്. ജൂൺ മാസം നിങ്ങളുടെ ഗൃഹസ്ഥ ജീവിതം, തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലകളിലും എന്തൊക്കെ മാറ്റങ്ങൾ വരാൻ ഇടയുണ്ട് നമുക്ക് നോക്കാം. 15 മെയ്ക്ക് വ്യാഴവും 18 മെയ്ക്ക് രാഹുവും കേതുവും സ്ഥാനചലനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മാർച്ച് 29-ാം തീയതി ശനിദേവ് മീനരാശി പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു പരിവർത്തനം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. എന്തെല്ലാമാണെന്ന് നോക്കാം. ജൂൺ മാസത്തിൽ നവഗ്രഹങ്ങളുടെ സ്ഥിതി എന്തൊക്കെയെന്ന്. ഇപ്പോൾ നവഗ്രഹങ്ങളുടെ സ്ഥിതി: 1-ാം ഹൗസിൽ ശനിദേവും, 2-ാം ഹൗസിൽ ശുക്രൻ, 3-ാം ഹൗസിൽ സൂര്യനും ബുധനും, 4-ാമത്തെ ഹൗസിൽ വ്യാഴം, 5-ല് ചൊവ്വ, 6-ല് കേതു, 12-ല് രാഹു ആണ്. നിങ്ങളുടെ ജോലി സംബന്ധിച്ച കാര്യങ്ങൾ എല്ലാം നോക്കുന്നത് 10-ാം ഹൗസിലോട്ടാണ്. വ്യാഴം നിങ്ങളുടെ 4-ാം ഹൗസിലാണ്. വ്യാഴത്തിന്റെ ദൃഷ്ടി 10-ാം ഹൗസിൽ വരുന്നത് കൊണ്ട് ഇത് ഏറ്റവും വളരെ നല്ല ഒരു സമയം തന്നെയാണ്. പുതിയ ജോലികൾക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കുറച്ച് പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നത് അതെല്ലാം മാറി ഇപ്പോൾ ഒരു നല്ല സമയം വന്നിരിക്കുകയാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് അല്ല ചെയ്യാൻ പോകുന്നത്, സ്മാർട്ട് വർക്കാണ്. അപ്പോൾ ജൂൺ 15-ന് ശേഷം പുതിയ ജോലികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. നല്ല ജോലികൾ, നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതിനുള്ള ഒരു സമയമാണ് ഇപ്പോൾ കാണുന്നത്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക്, പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ജൂൺ 7-ന് ശേഷം വളരെ നല്ല സമയമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക. മീനം രാശിയുടെ സ്വാമി വ്യാഴം 4-ാം ഹൗസിലിരിക്കുന്നു. ഇത് ഒരു മാസത്തേക്കല്ല, ഒരു വർഷത്തേക്ക് 4-ാം ഹൗസിലാണ് വ്യാഴം. അപ്പോൾ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കുറയാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ജലദോഷം, ചുമ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ഒന്ന് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ എനർജി കുറവായിരിക്കും. അപ്പോൾ 7 ജൂണിന് ശേഷം ചൊവ്വയും 6-ാം ഹൗസിലോട്ട് വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ രണ്ടും കൂടെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി ലെവല് കുറയാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നിരിക്കുന്നത്. പക്ഷെ മൊത്തത്തിൽ നന്നായിരിക്കും. അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങളൊന്നും വരില്ല, ചെറിയ പ്രശ്നങ്ങൾ. അതൊക്കെ നിങ്ങളുടെ ആഹാരത്തിലും ആഹാരക്രമത്തിൽ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പുറത്തുനിന്നുള്ള ആഹാരങ്ങളൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക. വീട്ടിലെ ഭക്ഷണം മാത്രം കഴിക്കാൻ നോക്കുക. ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഉപായം ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻഡ് വരെ കാണുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ ആഹാരത്തെ